UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ അവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. An inspiring journey into the future. വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈസം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന പഠന ക്യാമ്പ് DYSP AJ തോമസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് അവധിക്കാലം വിജ്ഞാനത്തിന്റെയും കരുതലിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് അവധിക്കാല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉത്തരവാദിത്വബോധമുള്ള പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവും ലൈസം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ഏകദിന പഠന ക്യാമ്പിനുണ്ടായിരുന്നു. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഏകദിന പഠന ക്യാമ്പ് DYSP AJ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ വേനൽക്കാലം എന്ന് പറയുന്നത് വളരെ അധികം നമ്മൾ വിദ്യാർത്ഥികൾ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ബന്ധുവീടുകളിലൊക്കെ പോവുകയും നീന്താൻ നദികളിൽ ഇറങ്ങുകയും പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നീന്താൻ ഇറങ്ങി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയാൽ വെള്ളത്തിൽ ഇറങ്ങരുത്. നല്ലതുപോലെ നീന്താൻ അറിയാമെങ്കിൽ മാത്രം, വേറെ നീന്തൽ അറിയാവുന്നവരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നീന്താൻ പാടുള്ളൂ. വെള്ളം നമ്മളെ പ്രലോഭിപ്പിക്കും. നമ്മളവർക്ക് നമുക്ക് നീന്താൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് വെള്ളത്തിൽ നീന്താൻ പറ്റൂല. അതുകൊണ്ട് ഈ വേനൽക്കാല അവധിയിൽ ആരും വെള്ളത്തിൽ പോയുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും നിങ്ങളുടെ കൂട്ടുകാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. പ്രത്യേകിച്ച് കൂടുതൽ അപകടങ്ങൾ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോഴാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 ഘടകങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പം അച്ചടക്കം വേണം, നിങ്ങൾക്കൊരു ലക്ഷ്യബോധം, ഇതേവരെ ലക്ഷ്യബോധം ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. അതിനുശേഷം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം. മൈ ബോഡി മൈ റൈറ്റ്, സൈബർ സ്പേസ്, സ്ട്രെസ് ആൻഡ് ആർട്ട്, ക്വിസ്, ആക്സിഡന്റ് ആൻഡ് റിക്കവറി, അപകടസന്ധികളിൽ പറയാതിരിക്കുവാൻ, മധുരം മലയാളം തുടങ്ങിയ 7ഓളം വിഷയങ്ങളിലാണ് ക്യാമ്പ് നടന്നത്. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് അവരുടെ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ട സംശയ ദൂരീകരണവും ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായി. സബ് ഇൻസ്പെക്ടർ ശാന്തി K. ബാബു, ഡോക്ടർ ജാക്സൺ തോട്ടുങ്കൽ, ഡോക്ടർ ജിജി K. ജോസഫ്, ഡോക്ടർ മോലിൻ, NC വിജയകുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൽ ക്ലാസുകൾ എടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മൂവാറ്റുപുഴ BK അരുൺ അധ്യക്ഷത വഹിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന്റെ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായി മൈ ബോഡി മൈ റൈറ്റ്, അത് പ്രധാനമായിട്ട് ഞങ്ങൾ വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ഇവിടെ കൊടുക്കണമെന്ന് ചിന്തിച്ചതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ നമ്മുടെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം ഏകദേശം 10ന് മേലെയാണ്. 10 കേസുകൾക്ക് മേലെയാണ് കുട്ടികൾ ലൈംഗിക അതിക്രമം നേരിടുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്തത്. എന്റെ ബോഡി എന്റെ അവകാശം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എന്റെ അവകാശമെന്നും അവകാശ ലംഘനങ്ങൾ എന്താണ് എന്നും മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഓരോ കുഞ്ഞുമക്കളും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങൾ ഇന്നിരിക്കുന്ന ഈ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 18 താഴെ വയസ്സുള്ള എല്ലാവരും കുട്ടികളാണ്, നമുക്കറിയാം. സ്കൂളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴോ സ്കൂളിലേക്ക് വരുമ്പോഴോ ഒക്കെ ഒരു മോശം ആംഗ്യം കാണിച്ചാൽ പോലും അത് കാണുന്ന കുട്ടിക്ക് ആംഗ്യമാണ് എന്ന് അല്ലെങ്കിൽ മോശമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ ജയിലിൽ ആരാണോ കാണിക്കുന്ന അയാൾ ജയിലിൽ പോകുന്ന അവസ്ഥയിലുള്ള അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുടെ ഒരു നാടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് പലരും അറിയുന്നില്ല. പല കുട്ടികളും ഇതുള്ളിൽ മനസ്സിൽ വെച്ചിട്ട് പിന്നീട് എപ്പോഴും കൗൺസിലിംഗിന്റെ സമയത്തൊക്കെയാണ് ഇത് അറിയുന്നത്. അപ്പൊ അത്തരം ആശയങ്ങൾ നിങ്ങൾക്കുള്ളിലേക്ക് എത്തണം. സബ് ഇൻസ്പെക്ടർ വിഷ്ണു രാജു, PRO സിബി അച്യുതൻ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ് മിസ്ട്രസ് ശൈലകുമാരി, PTA പ്രസിഡന്റ് ഹസീന ആസിഫ്, സബ് ഇൻസ്പെക്ടർ ഉബൈസ് MM തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ ഫ്ലാറ്റ് 30% ഡിസ്കൗണ്ട് സെയിൽ വെറും 10 ദിവസത്തേക്ക് മാത്രം. വേഗമാകട്ടെ. ഏപ്രിൽ 18 മുതൽ 28 വരെ അറ്റ്ലസിന്റെ കേരളത്തിലുടനീളമുള്ള ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തുന്ന കസ്റ്റമേഴ്സിന് എല്ലാ ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ്സ് പ്രോഡക്റ്റുകൾക്കും 30% ഡിസ്കൗണ്ട് സെയിൽ.
ആദ്യമാദ്യമെത്തി ഈ സുവർണാവസരം സ്വന്തമാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.